ഈ ആർ എസ് എസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു അത് ഇപ്പോൾ മുൻപത്തെക്കാളും കുറേ കൂടി കാര്യക്ഷമമായ അല്ലെങ്കിൽ കുറേ കൂടി കോർഡിനേറ്റഡ് ആയിട്ട് ഒത്തൊരുമിച്ച് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് ഈ സംഭവം എന്ന് വെച്ചാൽ മുമ്പ് ആർ എസ് എസിന്റെ കൺട്രോൾ കുറച്ച് കൂടുതലായിരുന്നു എന്ന് ഞാൻ പറയും. ഇപ്പൊ അത്തരത്തിലുള്ള കൺട്രോൾ ഇല്ല. ഡേ ടു ഡേ കാര്യങ്ങളൊന്നും ആർ എസ് എസ് ഇടപെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനപ്പെട്ട ഇഷ്യൂസിന് മാത്രമേ ആർ എസ് എസ് ഇടപെടുന്നു. ആർ എസ് എസിന്റെ പക്ഷേ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആർ എസ് എസ് ഹിന്ദു സർക്കിൾ മാത്രമായിട്ട് കളിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആരും വീക്ഷണമൊക്കെ എല്ലാവർക്കും ബാധിക്കുന്നതാണെങ്കിൽ പോയി ഹിന്ദു സർക്കിളാണ്. ബി ജെ പി ഹിന്ദു സർക്കിൾ മാത്രം കളിച്ചാൽ നിൽക്കാൻ പറ്റില്ല. അതെ, ബി ജെ പി വേറൊരു അപ്രോച്ചാണ് വേണ്ടത്. അത് ആർ എസ് എസ് തിരിച്ചറിഞ്ഞാണ്. എനിക്കൊന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അത് രണ്ടും ഒരുമിച്ചായാലും പ്രശ്നമൊന്നുമില്ല. അതെ, കാരണം അതൊരു ഹിന്ദു വോട്ട് ബാങ്കാണ്. കേരളം എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടി കൾച്ചറൽ ബഹുസ്വരമായ ഒരു വോട്ട് ബാങ്കാണ്. അവിടെ ആർ എസ് എസിന്റെ നിലപാട് കൊണ്ട് മാത്രം പിടിച്ചെടുക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ മാറിയ മുഖം പ്രസക്തമാകുന്നത്. അതെ 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 രാജീവിനെ പോലെയുള്ള മാറിയ മുഖം, അനുവിനെ പോലെയുള്ള ക്രിസ്ത്യൻ മുഖം, ഷോണിനെ പോലെയുള്ള ഒരു ക്രിസ്ത്യൻ വിപ്ലവ മുഖം. ഷോൺ കല്യാണം കഴിച്ച നായരല്ല, മറ്റേ ജയദീൻ്റെ മോളെയാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ ഇങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ ഒരു 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 ചിത്രം ബി ജെ പിക്ക് പുതിയൊരു ഭാവം നൽകുകയാണ്, രീതി നൽകുകയാണ്. ഒരു ലോങ് ടേമിൽ അത് വലിയ രീതിയിൽ ഗെയിൻ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ലോങ് ടൈം ആണ് അവരുടെ ഉദ്ദേശം, ഷോർട്ട് ടൈം അല്ല. ഇവിടെ എത്തവണ 5 സീറ്റ് ഒറ്റ പിടിക്കുക എന്നുള്ള അത്ര ഉദ്ദേശമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ അത് തന്നെ വലിയൊരു നേട്ടമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പുതിയ തന്ത്രങ്ങൾ വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒന്ന് കുലുക്കുമ്പം എന്താണ് എല്ലാ ഇലകളും ഇളകുന്നതിൻ്റെ കലവിലാണ്. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല.